കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ ആരാധനാ കേന്ദ്രങ്ങൾ പരദേവതമാരെ കുടിയിരുത്തിയിട്ടുള്ള ആരൂഢങ്ങളായിരുന്നു. പരദേവതമാർ അധികവും കാവുകളിലെ ദേവിമാരാണ്. ദേവീ സങ്കല്പങ്ങളിൽ വെച്ച് ഏറ്റവും മുഖ്യം കാളിയാണ്. തത്ക്ഷേത്രം യച്ഛയാദൃച്ഛ യദ്വികാരി യദച്ഛയത് സചയോ യത്പ്രഭാവശ്ച തസ്മാസേന മേ ശൃണുഃ. തൃശൂർ ജില്ലയിലെ പഴക്കമേറിയ പരദേവതാ സ്ഥാനങ്ങളിലൊന്നാണ് തെച്ചിക്കോട്ടുകാവ് ദേവീക്ഷേത്രം. തൃശൂർ കുന്നംകുളം പാതയിൽ നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ അകലെ ശാലീന സമൃദ്ധമായ പേരാമംഗലം ഗ്രാമത്തിൽ വിസ്തൃതമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഓം കാളിം മേഘസമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം ഖേടകപാലധാരിക ശിരഃ കൃത്വാ കരാഗ്രേഷു ച ഭൂതപ്രേതപിശാചമാതൃസഹിതാമുണ്ടസ്രജാലം കൃതാം വന്ദേ ദുഷ്ടവസൂര്യാദേവതാം. കേരളീയ ആരാധനാരീതിയിൽ പണ്ടുമുതൽ പ്രഖ്യാതമായ കാവുകളുടെ സങ്കല്പത്തിലുള്ളതാണ് തെച്ചിക്കോട്ടുകാവ് ഗ്രാമക്ഷേത്രം. ദുഷ്ടന്മാരായ അസുരജനങ്ങളുടെ രക്തം വീണു തുടുത്ത ചെന്നിന്ന പ്രകൃതി കാളികാവിന്റെ മുഖാന്തരീക്ഷത്തിൽ പതിഞ്ഞുപോയിട്ടുണ്ട്. ദാരികന്റെ നിണം മാർന്ന ഭൂമി പോലെ അരുണിമയേറെയുണ്ട് ഈ ക്ഷേത്രവട്ടത്തിന്. ദാരികനെ വധിക്കുവാൻ ഒരുമ്പിട്ട് നിൽക്കുന്ന ഭദ്രകാളിക്ക് തിരുവങ്കണത്തിൽ വെച്ച് ചെവിയിൽ മന്ത്രോപദേശം ചെയ്യുന്ന ദുർഗയെയും ഉൾപ്പെടുത്തി സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളതാണ് തെച്ചിക്കോട്ടുകാവിലെ പ്രതിഷ്ഠാവിശേഷം. ദേവീ പുരാണങ്ങളിൽ അസുരാന്തകരായ ഭദ്രയും ദുർഗയും ധർമ്മസ്ഥാപനത്തിനായി ഒന്നിക്കുന്നത് കാണാം. ആദിപരാശക്തിയുടെ അവിഭാജ്യ ഘടകങ്ങളായ ദേവിമാർ അസുരന്മാരെ നിഗ്രഹിക്കുവാൻ ഒത്തുചേരുന്ന അനുഗ്രഹീത മുഹൂർത്തം പ്രതിഷ്ഠാ സന്ദർഭമായി കണ്ടുകൊണ്ട് പരദേവതാരാധന ചെയ്യുന്ന തെച്ചിക്കോട്ടുകാവ് ഗ്രാമവാസികളുടെ ക്ഷേത്ര സങ്കേതത്തിന്റെ പുണ്യചരിത മഹാത്മ്യമാണ് ക്ഷേത്രായനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത്. ഭദ്രകാളിയുടെയും ദുർഗയുടെയും സ്വയംഭൂ വിഗ്രഹങ്ങളാണ് തെച്ചിക്കോട്ടുകാവിലെ ശ്രീലകങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാവിന്റെ സങ്കല്പമുള്ളതിനാൽ തുറന്ന മേൽക്കൂരയാണ് ശ്രീകോവിലുകൾക്ക്. ഓം രണഭൂമി നിവാസി. ഭദ്രകാളി കിഴക്ക് ദർശനമായിരിക്കുമ്പോൾ അഭിമുഖമായി ദുർഗ പശ്ചിമ ദർശനം കൈക്കൊള്ളുന്നു. കേരളത്തിലെ പരമ്പരാഗതമായ കാളികാവുകളിലെ രൂപാന്തരപ്രാപ്തി തെച്ചിക്കോട്ടുകാവിന്റെ പ്രാകാരശില്പത്തിൽ കാണപ്പെടുന്നുണ്ട്. കാവ് ക്ഷേത്രമായി പരിണമിക്കുമ്പോഴും പാരമ്പര്യസിദ്ധമായ ആരാധനാ സങ്കല്പങ്ങൾക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അമ്മയെ കാണുവാൻ ചെന്നിടണം, ദുർഗാദേവിക്ക് പൂവണി തീർക്കുവാൻ ചെമ്പട്ടിൻ നിറമുള്ള അരളി വേണം. ശാക്തേയയായ ഭദ്രയും വൈഷ്ണവിയായ ദുർഗയും ഒന്നിക്കുന്ന അസുരാന്തക ഭാവത്തിലുള്ള തേജോമയ ശക്തി ചൈതന്യമാണ് കാവ് സങ്കല്പത്തിലുള്ള ഈ ക്ഷേത്രസങ്കേതത്തിന് ആരാധനാ വൈശിഷ്ട്യം നൽകുന്നത്. ശക്തിയുടെ പ്രതീകമായ ഭദ്ര ജയദേവതയായ ദുർഗയുടെ മന്ത്രോപദേശം കേട്ട് വേദപരാമൃഷ്ടയായ അതിഥിയെപ്പോലെ ആ അതിഥിയുടെ പ്രതീകമായ നീലാകാശത്തിനു താഴെ സർവേശ്വരിയായി സദാ വിരാജിച്ചരുളുന്നു. മഹാദേവിമാരുടെ മഹനീയ സാന്നിധ്യമുള്ള ഈ ക്ഷേത്ര സങ്കേതത്തിലെത്തി സർവോത്കൃഷ്ടമായ ദേവീ മഹാത്മ്യചരിതങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് ക്ഷേത്രായനത്തിന്റെ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്രായനത്തിന്റെ വിനീത നമസ്കാരം.